ഇത് ക്രിയേറ്റീവായിട്ടുള്ള ചില സ്വിച്ച് ബോക്സ് ഐഡിയ ആണ്. അതായത് നമ്മുടെ സ്വിച്ചുകൾ വെക്കാനായിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ നാച്ചുറൽ തീമുകളുള്ള വീടുകളിൽ നമ്മൾ തടി ഇതുപോലെ വെട്ടി പല ഷേപ്പുകളാക്കി ഇതുപോലുള്ള വുഡൻ പ്ലേറ്റുകളിൽ ഇത് കയറി വരുമ്പോഴേ ഉള്ള സിറ്റ് ഔട്ടിലുള്ള കോളിംഗ് ബെല്ലും വെക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിന് കോളിംഗ് ബെല്ലിൻ്റെ ഒരു ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു തീമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ ഡോറിൽ വെക്കുന്ന കോപ്പറിൻ്റെ മുട്ടുകളുണ്ടല്ലോ, ആ മുട്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇത് ഒരു ഐഡിയ ആണ്. അതിന് ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന അടുത്ത ഒരു തീം ഒരു കൈകൂപ്പി നിൽക്കുന്ന ഒരു രൂപം. ഇത് നമ്മൾ രണ്ടാമത് ഡിസൈൻ ചെയ്ത ഒന്നാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ സ്വിച്ചുകൾ വരുന്ന സ്ഥലത്ത് ഇതുപോലൊരു ഡിസൈൻ, ഇത് ലെഗ്രാൻഡിൻ്റെ മൈരിയസ് എന്ന് പറയുന്ന സ്വിച്ച് ബോക്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമ്മൾ ഡിസൈൻ ചെയ്ത് ഇതൊരു പലകയാണ്. ഈ പലകയ്ക്ക് മുകളിൽ പലക നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് പലകയുടെ മുകളിലാണ് സ്വിച്ചുകൾ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ GIയുടെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സുകൾ വരുന്നത്. അതുപോലെ തന്നെ ഇത് ആലിലയുടെ തീമിൽ ചെയ്ത ഒരു സ്വിച്ച് ബോക്സ് ഐഡിയ ആണ്. ഇത് സ്റ്റെയർ കേസിലേക്കുള്ള സ്വിച്ചാണ്, 2 വേ കൺട്രോള്. ഇതൊരു കളർഡ് ആയിട്ടുള്ള ഒരു ജനലാണ്. ജനലിൻ്റെ പ്രകാശം നേരിട്ട് വരത്തക്ക രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് ആലില. അതിനുശേഷം ഇത് ഒരു ചുണ്ടൻ വള്ളത്തിൻ്റെ ആകൃതിയിൽ ഡിസൈൻ ചെയ്ത മറ്റൊരു സ്വിച്ച് ബോക്സാണ്. ഇതോടൊപ്പം തന്നെ ഒരു മീനിൻ്റെ ആകൃതിയിൽ ചെയ്ത ഒരു സ്വിച്ച് ബോക്സ് കൂടി ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹാൻഡ് വാഷ് കൊടുക്കുന്ന ഭാഗത്ത് ഒരു കൂജ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെയും ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇത് നാച്ചുറലായിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി തീമിൽ ചെയ്തതായതുകൊണ്ടാണ് ഇതുപോലെയുള്ള ചില വെറൈറ്റിയിൽ സ്വിച്ച് ബോക്സുകൾ നമ്മൾ ചെയ്തിരിക്കുന്നത്.